ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ അമ്മ നമ്മുടെ വേദയ്ക്ക് അടുത്ത UPSC എക്സാം എഴുതുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ്. മാനവും മര്യാദയും ഉള്ള ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി നിനക്ക് വേണം, നീ LLB കഴിഞ്ഞവളാണെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ. അപ്പോൾ വേദ പറഞ്ഞു, എനിക്ക് സാധിക്കും അമ്മയെന്ന് ചോദിക്കും. നിന്നെ കൊണ്ടത് സാധിക്കും, എനിക്കറിയാം, ഇതേ നിനക്ക് ജയിക്കാനും കഴിയുമെന്ന് പറഞ്ഞാൽ അമ്മ വേദയെ നിർബന്ധിക്കുക. അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്ത് ആ അമ്മ വേദയെ ആ ഒരു മെൻ്റലി പ്രിപ്പയർ ആക്കുന്നു. അതേസമയം പിന്നെ കാണിക്കുന്ന ജയിലിൽ വിക്രവും മറ്റു ജോലിക്കാരെല്ലാം തടവുകാരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ അവിടെയുള്ളൊരു പോലീസുകാരൻ ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ വിക്രം ആ സാറിൻ്റെ അടുത്തേക്ക് വന്നു. സാർ, വിക്രം, ഇപ്പോൾ സാർ എന്നോട് പറഞ്ഞിരുന്നില്ലേ ജയിലിലെ ജീവിതം ഒരു ട്രെയിനിങ് സെക്ഷനായിട്ട് കണ്ടോളാനായിട്ട്? അപ്പോൾ ഞാനത് തീരുമാനിച്ചു എന്ന് വിക്രം ആ സാറിനോട് പറയാം കേട്ടോ. ഇടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം വീണ്ടും തുടരണമെന്നുള്ള കാര്യം പറയുക. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ മുന്നിൽ കാണിക്കാൻ എനിക്ക് നേട്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിക്രം പറയുക. അച്ഛൻ്റെ ഏക സ്വപ്നമെന്ന് പറയുന്നത് അതായിരുന്നു എന്നും എന്തെങ്കിലും നേടിക്കൊടുക്കാതെ ഞാനിവിടുന്ന് ഇറങ്ങില്ല എന്ന് പറയുമ്പം താൻ സീരിയസ് ആയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ സാർ, സീരിയസ് ആയിട്ട് തന്നെയാണെന്നും ഇവിടെ നിന്ന് ഇറങ്ങി അച്ഛനെ നേരിട്ട് കാണുമ്പോൾ ഒരു പുതിയ ജീവിതത്തിനുള്ള ആ ഒരു തുടക്കത്തിനാണ് ഞാൻ വന്നതെന്ന് അവർക്ക് തോന്നണമെന്ന് വിക്രം പറഞ്ഞു. അതെ, ജയിലിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്, നാളെ മുതൽ തനിക്ക് അതിൻ്റെ ചാർജ് തരാമെന്ന് സാറ് പറയാം. പഠിക്കാൻ ഉള്ള ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയുന്നത് പുസ്തകങ്ങൾക്കൊപ്പം അല്ലേന്ന് ചോദിച്ചു. പഠിക്കാനുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ എത്തിച്ചു തരാമെന്നും പറഞ്ഞു. തുടങ്ങിക്കോളാം പറഞ്ഞ സാറ്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാനുള്ള ആ ഒരു സംവിധാനവും ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് വിക്രം നിൽക്കാം. ഒരാളുടെ വിജയം എപ്പോഴും അയാളുടെ തീരുമാനങ്ങളാണ് വിക്രം. ഇപ്പോഴാണ് നിൻ്റെ ഡിസിഷൻ കറക്റ്റ് ആയതെന്നുള്ള കാര്യം പറയാം. കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ സാറ് വിക്രത്തോട് പറഞ്ഞു. അവിടെ വിക്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നമ്മുടെ വേദ പഠനം തുടങ്ങി. അങ്ങനെ വേദ രാവുന്നില്ല പകലുന്നില്ലാതിരുന്ന് പഠിക്കുവാണ്. അങ്ങനെ പഠിച്ച് ആ എക്സാമിൻ്റെ സമയമാവും. ആ ഒരു നേരത്ത് നമ്മുടെ അമ്മയും തരുണും ഒക്കെ കട്ട സപ്പോർട്ടാണ്. അങ്ങനെ വേദ പോയി പഠിക്കുന്നു. അതിനുശേഷം തരുണും അമ്മയും കൂടി വേദയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് കുഞ്ഞിനെയും നോക്കി ഭയങ്കര ഇത്. അങ്ങനെ അവർ സന്തോഷമായിട്ടുള്ളൊരു ഹാപ്പി ഒരു കുടുംബം എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ വേദതയെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയല്ലേ. അങ്ങനെ ആ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തരുൺ, വേദ, അമ്മ അവർ 3 പേരും കൂടി വേദ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതിൽ നമ്മുടെ വേദ പാസ്സായി. അങ്ങനെ വേദ സകല ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞ് കുഞ്ഞിനെ എടുത്തു പിടിച്ച് കുഞ്ഞിനോട് 1000 നന്ദിയൊക്കെ സ്നേഹമൊക്കെ കാണിച്ച് തരുണിനോടും അമ്മയോടും ഒക്കെ നന്ദിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എന്തായാലും നമ്മുടെ വേദ ഇപ്പം മറ്റൊരാളായി മാറിയിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛനെ കേട്ടോ, അതായത് വേദയുടെ അച്ഛനെ. അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്കൊരു കോള് വരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഫോൺ എടുത്തു. ആ സമയത്ത് നമ്മുടെ വേദയെ വിളിച്ച ഹലോ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുക. അച്ഛാന്നും പറഞ്ഞൊരു കോൾ. അച്ഛൻ ഞാനാ എന്ന് വേദ. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. മോളെ നീ എവിടെയാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛൻ എക്സൈറ്റഡ് ആവാതെ എൻ്റെ കോള് വന്നു എന്ന് അച്ഛൻ ആരും അറിയിക്കരുത്, അമ്മയോട് പോലും പറയരുത് എന്ന് പറഞ്ഞു. അന്നേരം മോളെ എത്ര നാളായി നിന്നെ അന്വേഷിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ആരോടും പറയാതെ എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് നീ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഇനി നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം എനിക്ക് അച്ഛനെ ഉടനെ ഒന്ന് കാണണമെന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും വേദ പറയുക. അപ്പം നീ എവിടെയാണ് ഉള്ളത്? ഞാൻ വരാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ മസൂരിയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു. മസൂറിയിലോ? അതെ, എനിക്കിപ്പോൾ ട്രെയിനിങ് പീരീഡ് ആണെന്ന് പറഞ്ഞു. ട്രെയിനിങ്ങോ? അത് മസൂരിയിൽ? എന്ത് ട്രെയിനിങ്ങാ? അതെ, സിവിൽ സർവീസ് തന്നെയാണെന്ന് പറയുമ്പോൾ വേദ വാട്ട് എ ഗുഡ് ന്യൂസ്. അപ്പോൾ ആരും ഇതൊന്നും അറിയരുത്, ആരോടും അച്ഛനിത് പറയരുതെന്നും വേദ പറയാം. ഉടനെ എനിക്ക് അച്ഛനെ നേരിൽ കാണണം, ബാക്കി ഞാൻ അപ്പം പറയാമെന്ന് പറഞ്ഞു. ഞാൻ വെക്കുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഫോണങ്ങ് കട്ട് ചെയ്തു. അച്ഛൻ ആ സമയത്ത് ഓർക്കുക, അച്ഛൻ മോള് പറഞ്ഞത് ആരും അറിയരുത്, അമ്മയോട് പോലും പറയരുത് എന്നും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് പട്ടാളക്കാരും അങ്ങനെയുള്ള ഇതും പോലീസിൻ്റെ ആ ഒരു ഇതും ഇതൊക്കെയാണ്. ആ സമയത്ത് അച്ഛൻ വേദയെ കാണാൻ വന്നു. അപ്പോൾ മോള് സ്വന്തം നിലയിൽ പഠിച്ച് ഇങ്ങനൊരു നിലയിലെത്താൻ ശ്രമിക്കുകയാണെന്ന കാര്യം പറഞ്ഞ് അച്ഛൻ മോളെ കാണാൻ വന്നു. പക്ഷെ അതിൽ ആനന്ദിക്കാൻ എനിക്ക് ആവുന്നില്ലല്ലോ മോളെ എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു വേദ. അങ്ങനെ കാര്യങ്ങൾ അച്ഛനും മോളും കൂടെ സംസാരിക്കുക കേട്ടോ. ഞാൻ നേരത്തെ ചോദിച്ചതിന് നീ ഇനിയും ഉത്തരം പറഞ്ഞില്ലല്ലോ, അതെന്താ? ഇത്രയും കാലം എന്നെപ്പോലും അറിയിക്കാതെ ഇങ്ങനെ മറിഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയാമല്ലോ. എങ്കിൽ ആ കുഞ്ഞെവിടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വേദ അച്ഛനെ ഇങ്ങനെ നോക്കി.
നീ പ്രഗ്നൻ്റ് ആയിരുന്നുവെന്ന് ശ്രീകാന്ത് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് എന്ന കാര്യം അച്ഛൻ മകളോട് പറയണം. അപ്പോൾ ശ്രീകാന്തും ദർശനും ഇപ്പോൾ ഒറ്റ സംഘമാണ്. അവർ നിന്നെയും കുഞ്ഞിനെയും ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയമാണ് നിന്നെ ഇങ്ങനെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോൾ ആ കുഞ്ഞെവിടെ എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടച്ചാ, ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛന് തൃപ്തിയാകില്ല എന്നും ഒരു 100 ചോദ്യങ്ങൾ അച്ഛൻ അതിനെപ്പറ്റി ചോദിക്കാനുണ്ടാകുമെന്നുള്ള കാര്യവും വേദ അച്ഛനോട് പറയുക. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എല്ലാത്തിനും ഉത്തരം പറയാൻ എന്നെക്കൊണ്ടാവില്ല എന്നും പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരിക്കൽ ഞാൻ എല്ലാം വിശദമാക്കാം. അച്ഛൻ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും മോളും കൂടി എല്ലാം സംസാരിച്ചു. അങ്ങനെ വേദയുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളും ഇതെല്ലാം മനസ്സിലായി. അപ്പോൾ വിക്രത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു. കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും വേണമെന്ന് പറയാം അച്ഛൻ. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്നും പക്ഷേ അത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നും പറഞ്ഞു. അപ്പോൾ ശ്രീയേട്ടൻ ഇപ്പോഴും പിന്നാലെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് വേദ അന്നേരം പറഞ്ഞു. ഇനി കുറച്ച് കാലത്തേക്ക് അത് ഒഴിവാക്കണമെന്നും അത് വിദഗ്ധമായി അച്ഛൻ തന്നെ നിർവഹിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാമെന്നും പറഞ്ഞു. വേദ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് തെറ്റായി നീക്കാവോ മോളെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ല അച്ഛൻ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും വേദ അച്ഛനോട് പറഞ്ഞു. അച്ഛാ, എനിക്ക് സമയമില്ല, ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കോഴ്സ് കഴിയുമെന്നും പിന്നെ സ്ട്രെയിറ്റ് അലോട്ട്മെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടേക്ക് തന്നെ തിരിച്ച് ഞാൻ വരുമെന്നും അത് കഴിഞ്ഞ് കുറച്ച് കാലം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു തപസ് പോലെയാണ് എൻ്റെ ജീവിതം, ഈ കാലയളവിലൂടെ കടന്നു പോകാൻ തുടങ്ങുകയാണ് ഞാനെന്നൊക്കെ പറഞ്ഞ വേദ ഇങ്ങനെ അച്ഛനോട് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ തിരിച്ചു വരുവച്ചാ എന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിനെ കാണാനായിട്ട് അച്ഛൻ വരുക. അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വലിയ ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്താ നീ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അച്ഛൻ, ബഹുമാന്യനായ പിതാശ്രീയും അങ്ങയുടെ ഈ മകന് ആ രാജകൊട്ടാരത്തിലേക്ക് കയറ്റാറില്ലല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവുള്ള ഉണർത്തിക്കാൻ തോന്നിയപ്പോൾ വഴിയരികിലേക്ക് വിളിച്ചു വരുത്തേണ്ടതായിട്ട് വന്നതാ, ക്ഷമിക്കണം. പരിഹസിക്കാൻ നിൽക്കാൻ നീ കാര്യം പറയാൻ പറഞ്ഞു അച്ഛൻ. അത് പിന്നെ ഞാൻ പരിഹസിച്ചതൊന്നും അല്ല, നിങ്ങളൊക്കെ കൂടി എന്നെ പരിഹാസ്യനാക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ ഒന്ന് കണ്ടു പോകാമെന്ന് കരുതിയെന്നേ ഉള്ളെന്ന് പറഞ്ഞു. നിങ്ങളൊരു യാത്ര പോയി വന്നോന്ന് അറിഞ്ഞു, അത് വടക്കോട്ടായിരുന്നു എന്നും മനസ്സിലായി. മകളെ രഹസ്യമായിട്ട് കാണാൻ പോയതാണോ എന്നുള്ളൊരു സംശയം തോന്നി, അത് നേരിട്ടൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം അതിന് അവളുടെ പിന്നാലെ അലയുന്നത് ഞാനല്ലല്ലോ, നീ അല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. എത്രയോ നാളുകളായി നീ അത് ചെയ്യുകയാണ്, അപ്പോൾ ആ നീക്കങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ നീ കരുതിയത് എന്ന് അച്ഛൻ ചോദിക്കാം. എങ്ങനെ മനസ്സ് വരുന്നടാ നിനക്ക്? ഏതായാലും സ്വന്തം ചോരയല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പം അതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോഴും ഭൂമിയിൽ ജീവനോടെ ഉള്ളത് എന്നും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതെന്നും ശ്രീകാന്ത് പറയാം. തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ഉടനെ അപ്പോൾ കമ്പനികൾ നോക്കി നടത്താൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. നിങ്ങൾ ജഡ്ജായതുകൊണ്ട് ബിസിനസ്സിൽ ഒരു തലവേദനയും നിങ്ങൾ ഏറ്റെടുത്തിരുന്നില്ല. എന്നെ സഹായിക്കാൻ എല്ലാ കാലത്തും അങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എല്ലാ ബിസിനസ്സുകളും വളർത്തി വലുതാക്കിയപ്പോൾ അങ്ങേരുടെ ഒടുക്കത്തി അങ്ങനെ ഒരു വിലിൻ്റെ കാര്യം നിങ്ങൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ യൗവനം മുഴുവനും ഞാൻ ആ കമ്പനിയിൽ ഹോമിക്കുമായിരുന്നു, നോക്കി നടത്താനും വളർത്തി വലുതാക്കാനും ഞാൻ. എന്നിട്ടോ അവകാശം മുഴുവനും വേദ തെണ്ടിക്കും അതുപോലെ ആ തെണ്ടിയിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനും. അങ്ങനെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ ഞാൻ അനുവദിക്കുമോ അച്ഛാ? അപ്പം അങ്ങനെ ഒരു കൊച്ച് ഇനി പിറക്കാൻ പോകുന്നില്ലെങ്കിലോ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുമ്പം ഈ വിക്രം ചിരിച്ചു. അങ്ങനെ വരട്ടെ, അപ്പോൾ അച്ഛനവനെ അവളെ കണ്ടെത്തിയല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, കണ്ടെത്താൻ ഞാൻ പരിശ്രമിച്ചു, നടന്നില്ല എന്ന് അച്ഛൻ ശ്രീകാന്തിനോട് പറയാം. പക്ഷെ അങ്ങനെ ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞുമായിട്ട് ഇവിടെ എത്തുമായിരുന്നു എന്നും അതെനിക്ക് ഉറപ്പുണ്ടെന്നും അച്ഛൻ പറയാം. അപ്പം അത് കേട്ടപ്പോൾ ഇങ്ങനെ ശ്രീകാന്ത് ചിരിക്കുക. ഇനി ഏതായാലും നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണ്ട, ആ സാധ്യത ഇല്ലാതായി കഴിഞ്ഞു എന്ന് പറയുന്നു. ദില്ലിയിലെ ഗർഭിണിയായ നിലയിൽ അവളെ ഞാൻ സ്പോട്ട് ചെയ്തിരുന്നു. ദില്ലിയിലെ ആശുപത്രിയിൽ വെച്ച് അവളോട് സാദൃശ്യമുള്ളൊരു പെൺകുട്ടിയെയും കണ്ടിരുന്നു. പക്ഷേ പേര് വേദയെന്നായിരുന്നില്ല, അത് മനഃപൂർവ്വം അവൾ മാറ്റിയതായിരിക്കുമെന്നും ആ കുട്ടിയെ പ്രസവിക്കുന്നത് വരെ എൻ്റെ ആളുകൾ കാവലുണ്ടായിരുന്നുവെന്നും ഈ ശ്രീകാന്ത് പറയാം. ആ കുഞ്ഞ് ജനനത്തിലേ മരിച്ചു പോയെന്ന് ആശുപത്രികളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞെടുത്തെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ ശ്രീകാന്തിൻ്റെ മുന്നിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കുവാണ്. അപ്പോൾ വേദയെപ്പറ്റി ആലോചിച്ച് ഇത്രയും കാലം ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം സ്വത്തുക്കളും സ്വന്താക്കാൻ നിന്ന് ചന്ദ്രശേഖരൻ്റെ അവസാനം എന്താ നേടിയത് എന്ന് ചോദിക്കുക.
ഒരു ബുള്ളറ്റിൽ അവസാനിച്ചില്ലേ എന്നും ചോദിച്ചു. അപ്പോൾ നാളെ എന്നെയും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ബുള്ളറ്റ് അല്ല എന്ന് ആരറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നീ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ആ സ്ഥാപനങ്ങളെല്ലാം നീയും കൂടി ചേർന്നാണ് വളർത്തി വലുതാക്കിയത്. അതിന് മുത്തശ്ശൻ്റെ പേരിൽ നിനക്ക് അർഹമായിട്ടുള്ളൊരു വീതവും ഉണ്ടായിരുന്നു. പക്ഷേ നിനക്കതൊന്നും പോരായിരുന്നു, നിനക്ക് മൊത്തത്തോടെ വേണമായിരുന്നു, അതിനു വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെളിച്ചം പറഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം ഞാൻ നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ബില്ല് പ്രകാരം അത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം മനസ്സിലായില്ല എന്താ? വേദയ്ക്കൊരു കുഞ്ഞില്ലാതിരിക്കുകയും സ്ഥാപനങ്ങൾക്കൊരവകാശം ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവയുടെ നടത്തിപ്പ് അവകാശം ഒരു കുടുംബം നിശ്ചയിക്കുന്ന ഒരു അവകാശിയെ ഏൽപ്പിക്കാമെന്ന് ആ കാലയളവിന് ശേഷം അതേ ആൾക്ക് അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കണമെന്നാണ് ബില്ലിലെ ആ ഒരു ഇത്. അപ്പോൾ അതെനിക്ക് അറിയാവുന്നതാ. അപ്പോൾ സ്ഥിരാവകാശത്തിന് മുന്നോടിയായി ആ സ്ഥാപനങ്ങൾ ഒരു ഇൻ്ററിംഗ് പീരീഡിലേക്ക് ഞാൻ നിനക്ക് എഴുതി തരാൻ പോവുകയാണ് എന്നിങ്ങനെ അച്ഛൻ പറയുമ്പോൾ ഞെട്ടിപ്പോയി ശ്രീകാന്ത്. അതിനുശേഷം അത് സ്ഥിരമായി നിനക്ക് തന്നെ വന്ന് ചേരും എന്നും പറഞ്ഞു. ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം. അയ്യോ നിന്നങ്ങ് ചിരിക്കാനങ്ങ് തുടങ്ങിയ ശ്രീകാന്ത്, എൻ്റെ പൊന്നു പിതാശ്രീ, ഈ പണി ഇത്തിരി മുമ്പ് ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുകൾ ഒഴിവാക്കാമായിരുന്നു എന്ന് ഇയാൾ. ആ തെണ്ടി വിക്രമനിൽ നിന്ന് ഞാൻ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത് മുഴുവനും ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ശ്രീകാന്ത് പറയാം. ഏതായാലും ഇപ്പോഴെങ്കിലും അതൊന്ന് തോന്നിയല്ലോ. രജിസ്ട്രേഷൻ്റെ തീയതിയും തീരുമാനവും ഒക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. ഒപ്പിടാനായിട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പ് ഞാൻ വന്നേക്കാവെന്ന് പറഞ്ഞു. അച്ഛനങ്ങ് പോയി. മകൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വേദ പറഞ്ഞ അതേ പാതയിലൂടെ അച്ഛൻ പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വേദയെ അച്ഛൻ വിളിച്ചു. കാര്യങ്ങളെല്ലാം തീരുമാനമായി. അത് കഴിഞ്ഞതിന് ശേഷം വേദയെ അവിടെ ഇരുന്ന് മോളെ വീഡിയോ കോളൊക്കെ വിളിക്കുന്നു. അപ്പോൾ തരുണും അമ്മയും കുഞ്ഞിനെ പൊന്നു പോലെ നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വേദ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുഞ്ഞുമായിട്ട് വർത്തമാനമൊക്കെ പറയുന്നു. അമ്മ വേദയും കൂട്ടി അകത്തേക്ക് കയറി പോകണു. അങ്ങനെ അവരുടെ ജീവിതം ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.